ഒടുവിൽ 38 ദിവസത്തിനൊടുവിൽ നിരാഹാര സമരത്തിലേക്ക് പോകുന്ന ആശാ വർക്കർമാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ. NHM ഡയറക്ടർ ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിപ്പിച്ചു. ആശാമാർ നിരാഹാര സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, 38 രാപ്പകലുകൾ വെയിലും മഴയുമേറ്റ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ നടത്തിയ സമരത്തിനൊടുവിൽ കടുത്ത നടപടികളിലേക്ക് അവർ കടക്കാൻ തുടങ്ങുകയായിരുന്നു. നിരാഹാര സമരം 3 ആശമാർ വീതം നിരാഹാര സമരത്തിലേക്കെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നു. മാനദണ്ഡങ്ങൾ അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നു മാത്രം നടപ്പിലാക്കുകയും ബാക്കിയുള്ളതൊന്നിനെയും അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടക്കാൻ പോകുന്ന ചർച്ചയിൽ എന്ത് പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും വീണ, 38 ദിവസമായി ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിനാണ് ഇന്നൊരു വെളിച്ചം കണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് ഉച്ചയോടുകൂടി ഒരു 11:30 കൂടിയാണ് ആശമാരുമായി വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. NHM ഓഫീസിൽ ഡയറക്ടറാണ് ചർച്ചയ്ക്ക് 12:30 ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നാളെ നിരാഹാരം നടത്താൻ അല്ലെങ്കിൽ നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച അനുരഞ്ജന ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് ആശമാർ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആശമാർ ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചർച്ച നാളെ 3 ആശമാരാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം ഇരിക്കാനായി പോകുന്നത്. നാളെ സമരത്തിന്റെ 3ാം ഘട്ടം എന്ന് നമുക്ക് പറയാവുന്നതാണ്. 3 ആശമാർ നിരാഹാര സമരം ഇരിക്കും. അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ ഉത്തരവ് പിൻവലിക്കണമെന്നും കറക്റ്റായ ഒരു ഉത്തരവ് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, തങ്ങളുടെ മാനദണ്ഡങ്ങളിൽ എന്ത് മാറ്റമാണ് സർക്കാർ വരുത്തിയെന്നുള്ളൊരു കൃത്യമായ ഒരു ഉത്തരവ് അവർക്ക് ലഭിക്കണം എന്ന് ഉള്ള എല്ലാ കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ആശമാർ ഇപ്പോൾ ഈ ഒരു 38 ദിവസത്തെ സമരം നാളെ അത് ഒരു നിരാഹാര സമരമായി മാറാൻ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് അവർ പോയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സമരത്തിൽ ഇങ്ങനെ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള എല്ലാ ഒരു നീക്കങ്ങളും ഇപ്പോഴാണ് സർക്കാർ 2ാം തവണയാണ്. ആദ്യം ഒരു തവണ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ആ ചർച്ച പരാജയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ 2ാമത്തെ തവണ NHM ഓഫീസറാണ് ഈ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 സമരക്കാരുമായി ചർച്ച നടത്തുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. 38 ദിവസത്തെ അവരുടെ രാപ്പകൽ സമരത്തിനുള്ളൊരു അവർക്ക് കിട്ടിയൊരു വെളിച്ചം എന്ന് നമുക്കിതിനെ പറയാവുന്നതാണ്. ഈ ഉത്തരവ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നും അത് എന്താണ് ആ ഉത്തരവിൽ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റായി അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുമുള്ള ഒരു ഈ ഒരു വിചിത്ര ഉത്തരവ് പിൻവലിക്കണമെന്നാണ് ആശാ വർക്കർമാരുടെ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഈ ഒരു സമരം വലിയൊരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാളെ 3 ആശമാർ സമരപ്പന്തലിൽ നിരാഹാര സമരം ഇരിക്കുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള ഒരു പരിഹാരം എന്ന് വണ്ണമാണ് സർക്കാർ ഇപ്പോൾ ആശമാരുമായി ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് NHM ആണ് ഇപ്പോൾ ചർച്ച നടത്തുക. ഇന്ന് ഉച്ച 12:30 കൂടിയായിരിക്കും സ്റ്റേറ്റ് NHM ഓഫീസിൽ ചർച്ച നടത്തുക. ഡയറക്ടർ ആയിരിക്കും ഇവരോട് ചർച്ച നടത്തുക എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരുവിധ അറിവും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ആശാ വർക്കർമാരുടെ പ്രതിനിധികളും അതുപോലെ തന്നെ NHM ഡയറക്ടറുമായിരിക്കും സ്റ്റേറ്റ് NHM ഓഫീസിൽ ചർച്ചയ്ക്ക് പോവുക. എന്നാൽ സർക്കാരിന്റെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മന്ത്രി ഉണ്ടായാൽ തന്നെ എന്താകും മന്ത്രിയുടെ നിലപാട്? ആദ്യം ഒരു തവണ ചർച്ച വിളിച്ചിട്ട് കൂടി യാതൊരുവിധ നീക്കുപോക്കുകളും ഇവരുടെ സമരത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 2ാമത്തെ ചർച്ച പരാജയമാകുമോ അതോ ഇതൊരു വിജയമാകുമോ? അത് ശ്രീനന്ദ, പക്ഷേ ഈ 2ാമത്തെ ചർച്ചയിൽ എന്താണ് അജണ്ട എന്നുള്ളത് പ്രധാനമാക്കേണ്ടതുണ്ട്. അതായത് ഇവരുടെ പ്രശ്നങ്ങൾ, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഇവരുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ, അതൊരിക്കൽ പോലും സർക്കാർ മുഖവിലേക്ക് എടുത്തിട്ടില്ല, ചർച്ചകളിൽ കൊണ്ടുവന്നിട്ടില്ല. ഇവരുടെ ആവശ്യങ്ങൾ പഠിച്ച സമിതി പോലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഓണറേറിയത്തിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പിൻവലിച്ചു
പിൻവലിച്ചു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതിൽ ആശയക്കുഴപ്പം, ഇൻസെൻറ്റീവ് കുറഞ്ഞാൽ ഓണറേറിയം പകുതിയായി കുറയുമെന്ന് പറയുന്ന ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നടപ്പിലാക്കിയ നിലവിൽ വന്ന ഉത്തരവിലുള്ള വ്യക്തത വരുത്തലാണോ ഉദ്ദേശം? അതും ആശമാർ ആവശ്യപ്പെട്ടിരുന്നു. അതാണോ ഉദ്ദേശം, അതോ മറ്റ് ഇവരുടെ ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ചർച്ചയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രധാനമാണ്. ആശമാർ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? നിലവിൽ ആശാ വർക്കർമാർ ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ ഇറക്കിയ ആ ഉത്തരവ് പിൻവലിക്കണമെന്നും ആ ഉത്തരവിൽ എന്താണ് സർക്കാർ യഥാർത്ഥമായി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ആശമാരുടെ മെയിൻ ആയിട്ട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഇവരുടെ മറ്റാവശ്യങ്ങൾ ഫിക്സഡ് ഇൻസെന്റീവ് പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയെന്നാണ് ഉത്തരവിറക്കിയത്. ഈ ഒരു ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആശാ വർക്കർമാർ ഇപ്പോൾ ആ ഉത്തരവിൽ എന്താണ് സർക്കാർ യഥാർത്ഥമായി ഉദ്ദേശിച്ചിരിക്കുന്നത്, സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്, ഈ ഉത്തരവിൽ നിന്ന് എന്താണ് സർക്കാർ ആശാ വർക്കർമാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ വ്യക്തത വരുത്തേണ്ടതെന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. അതുപോലെ തന്നെ ഇൻസെന്റീവ് കുറഞ്ഞാൽ ഓണറേറിയം പകുതിയായി കുറയും. അത് എന്താണ്, അതിൽ നിന്നും എന്താണ് സർക്കാർ ആശമാരോട്, അല്ലെങ്കിൽ ആ ഒരു സമരത്തിൽ എന്താണ് സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്താണ്, ആ കാര്യം ഒന്ന് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ ആശമാർക്ക് അറിയാനുള്ള. ഇതൊരു വിചിത്ര ഉത്തരവ് എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ഇന്നലെ പ്രതികരിച്ചത്. ഈ ഒരു വിചിത്ര ഉത്തരവിൽ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനും പറയുന്നത് തങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കി, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഈ ഒരു ഉത്തരവിൽ എന്താണ് സർക്കാർ അതിൽ നിന്നും ആശമാർക്ക് നൽകാനായി ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും, അവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ 5 ലക്ഷം രൂപയാക്കി, ഇങ്ങനെയുള്ള മറ്റ് ആവശ്യങ്ങളും അവർ ഉന്നയിച്ചുകൊണ്ട് സമരം തുടങ്ങിയ മറ്റ് ആവശ്യങ്ങളും ഈ ഒരു ചർച്ചയിൽ അവർ മുന്നോട്ട് വെക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത്. എന്നാൽ മെയിനായി അവർ വെക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഉത്തരവിൽ എന്താണ്, ഈ ഒരു ഉത്തരവ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ആശമാർ അറിയാനായി ആഗ്രഹിക്കുന്നത്.